വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസിൽ നോക്കാം. ഫസ്റ്റ് പൊതുവിജ്ഞാനാണ് വരുന്നത്. ഈ പൊതുവിജ്ഞാനത്തിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത്? ചരിത്രത്തിന് 5 മാർക്കുണ്ട്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. ഈ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്ക്, മാത്സിലെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് ചരിത്രമാണ് നമ്മുടെ സിലബസിലെ. ഇന്ത്യ, കേരളം, ലോകം എന്നീ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതിനാൽ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിരിക്കും വെച്ചിടുക. അതായത് ഇപ്പോൾ ചരിത്രമാണ് ഇന്ന് ഇടുന്നുണ്ടെങ്കിൽ നാളെ വേറൊരു ടോപ്പിക്കായിരിക്കാം ഇടാം. നമുക്ക് എല്ലാ ഭാഗത്തും കവർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഇതുവരെ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്ത് നമ്മൾ എല്ലാത്തിൻ്റെയും സോഴ്സ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓരോ ടോപ്പിക്കിനും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ദിവസമില്ല, നമ്മൾ പഠിച്ച് തീരില്ല. അപ്പോൾ ഇതുവരെ PSC ചോദിച്ച ഓരോ ടോപ്പിക്കിൽ നിന്നും ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിന്നാണ്. യൂറോപ്യന്മാരുടെ വരവിന് ശേഷം. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ, യൂറോപ്യന്മാരുടെ വരവിന് ശേഷം നടന്ന സംഭവങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ ആദ്യമായി നിലവിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? യൂറോപ്പിൽ ആദ്യമായി നിലവിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. യൂറോപ്പിൽ ആദ്യമായി നിലവിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. യൂറോപ്പിൽ 1602 സ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? യൂറോപ്പിൽ 1602 സ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് യൂറോപ്പിൽ 1602 സ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1616 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. 1628. 1664 സ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് രാജ്യക്കാരുടേതാണ്? 1664 സ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് രാജ്യക്കാരുടേതാണ്? ഫ്രഞ്ചിൻ്റെയാണ് കേട്ടോ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. 1664. സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം 1731 സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്.
1731 സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിലായി 1776 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച യൂറോപ്യന്മാർ ആരാണ്? ഏറ്റവും ഒടുവിലായി 1776 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച യൂറോപ്യന്മാർ ആരാണ്? ഓസ്ട്രിയക്കാരാണ്. ഏറ്റവും ഒടുവിലായി 1776 ഏറ്റവും ഒടുവിലായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഓസ്ട്രിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹുരാഷ്ട്ര കമ്പനിയായി അറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ലോകത്തെ ആദ്യത്തെ ബഹുരാഷ്ട്ര കമ്പനിയായി അറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ലോകത്തിലെ ആദ്യത്തെ ബഹുരാഷ്ട്ര കമ്പനിയായി അറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകൾ പുറപ്പെടുവിച്ച കമ്പനി ഏതാണ്? ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകൾ പുറപ്പെടുവിച്ച കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകൾ പുറപ്പെടുവിച്ച കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പാപ്പരായതിനെ തുടർന്ന് 1799 ഡിസംബറിൽ പ്രവർത്തനം നിലച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? പാപ്പരായതിനെ തുടർന്ന് 1799 ഡിസംബറിൽ പ്രവർത്തനം നിലച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. പാപ്പരായതിനെ തുടർന്ന് 1799 പ്രവർത്തനം നിലയ്ക്കുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന ഏഷ്യൻ പ്രദേശം ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന ഏഷ്യൻ പ്രദേശം ഏതാണ്? ഇന്തോനേഷ്യ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന ഏഷ്യൻ പ്രദേശം ഏതാണ്? ഇന്തോനേഷ്യ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം നൽകിയ രാജാവ് ആരാണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം നൽകിയ രാജാവ് ഫിലിപ്പ് രണ്ടാമൻ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം നൽകിയ രാജാവ് ആരാണ്? ഫിലിപ്പ് രണ്ടാമൻ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം നിലച്ച വർഷം ഏതാണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം നിലച്ച വർഷം ഏതാണ്? 1633 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം നിലച്ചത്. 1730 ഏഷ്യാറ്റിക് കമ്പനി എന്ന പേരിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? 1730 ഏഷ്യാറ്റിക് കമ്പനി എന്ന പേരിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1730 ഏഷ്യാറ്റിക് കമ്പനി എന്ന പേരിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നാഗപട്ടണം, സെറാംപൂർ, നിക്കോബർ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങൾ 200 വർഷങ്ങളോളം നിയന്ത്രണത്തിൽ വെച്ചിരുന്ന യൂറോപ്യൻ കമ്പനിയാണ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നാഗപട്ടണം, സെറാംപൂർ, നിക്കോബർ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങൾ 200 വർഷങ്ങളോളം നിയന്ത്രണത്തിൽ വെച്ചിരുന്ന യൂറോപ്യൻ കമ്പനിയാണ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് രൂപകൽപ്പന ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് രൂപകൽപ്പന ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നെക്സ്റ്റ്. കോളിൻ ക്യാമ്പൽ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത്? കോളിൻ ക്യാമ്പൽ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. കോളിൻ ക്യാമ്പൽ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നെക്സ്റ്റ്. വില്യം ബോൾട്ട് സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? വില്യം ബോൾട്ട് സ്ഥാപിച്ച സ്ഥാപകർ എന്ന് വെച്ച് ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. വില്യം ബോൾട്ട് സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഓസ്ട്രിയൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓസ്ട്രിയൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ്? ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിട്ട വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിട്ട വർഷം ഏതാണ്? 1874 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിട്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ നൽകിയ ഭരണാധികാരി ആരാണ്?
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ നൽകിയ ഭരണാധികാരിയാണ് എലിസബത്ത് ഒന്നാമൻ. എലിസബത്ത് ഒന്നാമനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ നൽകിയ ഭരണാധികാരിയാണ് എലിസബത്ത് ഒന്ന്. നെക്സ്റ്റ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ പ്രബലനായ ഭരണാധികാരി ആരായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ പ്രബലനായ ഭരണാധികാരിയാണ് അക്ബർ. അക്ബറാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്ന സമയത്തെ പ്രബലനായ ഭരണാധികാരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഏറ്റെടുത്ത വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഏറ്റെടുത്തത് 1858 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഏറ്റെടുത്തത് അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ലണ്ടനിലാണ് ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധാനം ചെയ്ത് ഇന്ത്യയിൽ ആദ്യം എത്തിയത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധാനം ചെയ്ത് ഇന്ത്യയിൽ ആദ്യം എത്തിയത് ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധാനം ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയത്. 1608 ഓഗസ്റ്റിൽ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1608 ഓഗസ്റ്റിൽ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് ഒന്നാമൻ. നെക്സ്റ്റ്, ഏത് മുഗൾ ചക്രവർത്തിയുടെ സദസ്സിലാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എത്തിയത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ സദസ്സിലാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എത്തിയത്? ജഹാംഗീറിൻ്റെ. 1615-18 കാലത്ത് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615-18 കാലത്ത് ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്ന ഇംഗ്ലീഷുകാരനാണ് സർ തോമസ് റോ. 1612 ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി തുറന്നത് എവിടെയാണ്? 1612 ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി തുറന്നത് എവിടെയായിരുന്നു? സൂററ്റിലാണ്. ചോദിക്കാറുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യനൊക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് നിയമത്തോടെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് നിയമത്തോടെയാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് നിയമത്തോടെയാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഏതാണ്? 1813 ചാർട്ടർ നിയമമാണല്ലേ. 1813 ചാർട്ടർ നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കാൻ കാരണമായ നിയമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായകമായ സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം ഏതാണ്? 1757 പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിർണായകമായ സ്വാധീനം നേടിക്കൊടുത്ത യുദ്ധം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തത് എന്നാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം
ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തത് എന്നാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് അല്ലേ? 1857 ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് 1858 രാജ്ഞിയുടെ കയ്യിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ആരെടുക്കുന്നത്? ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലേ? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആണല്ലേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് എന്ന് പറയുന്നത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയുമാണ് കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി കാനിങ് പ്രഭു ആണെന്ന് പറഞ്ഞു അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി കാനിങ് പ്രഭു ആണെങ്കിൽ ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. അപ്പം ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കിയ ഏക ഗവർണർ ജനറൽ ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കിയ ഏക ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ്. വാറൻ ഹാസ്റ്റിങ്സിനെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കിയത്. ആരായാണ്? വാറൻ ഹാസ്റ്റിങ്സിനെയാണ്. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? മേയോ പ്രഭു ആണല്ലേ? ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? മേയോ ആണ്. വൈസ്രോയി മേയോ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? വൈസ്രോയി മേയോ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻഡമാനിൽ വെച്ചാണ്. വൈസ്രോയി മേയോ വധിക്കപ്പെട്ടത് ആൻഡമാനിൽ വെച്ചാണ്. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആണ് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച്. ഹാർഡിഞ്ച് ആണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച്. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സണും ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത് ഹാർഡിഞ്ചുമാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണല്ലേ? റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട വൈസ്രോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കപ്പെട്ടത്? ആരെയാണ്? റോബർട്ട് ക്ലൈവിനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കപ്പെട്ടത്. ആരെയാണ്? റോബർട്ട് ക്ലൈവിനെയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് ആരെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് ആരെയാണ്? വെല്ലസി പ്രഭുവിനെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവിനെയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസി പ്രഭുവിനെയുമാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.